കാഞ്ഞിരപ്പള്ളി ഞങ്ങളൊരു കസിൻ്റെ വീട്ടിൽ വന്നപ്പോഴുള്ള വിശേഷങ്ങളും ഭരണങ്ങാനം അരിയത്രപ്പള്ളിയിൽ പോയ വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ആദായമാർഗമാണ് റബ്ബർ. ഇതാണ് റബ്ബർ ഷീറ്റാക്കുന്ന മെഷീൻ. ഇതാണ് ജാതിപത്രി. ഇതിന് കിലോയ്ക്ക് 1000 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ജാതിക്കയുടെ കുരു. ഇത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇതാണ് മംഗോസ്റ്റ് എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ ചുമപ്പ് കളറാവും. ഞാനിത് കഴിച്ചിട്ടില്ലാത്ത ഫ്രൂട്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് പൈനാപ്പിൾ തോട്ടം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് പൈനാപ്പിൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഇതാണ് പാലപ്പാറയിലെ വിമലമാതാ ചർച്ച്. ഇത് വഴിയരികെ കണ്ട ഒരു കാഴ്ചയാണ്. അത് ചുമ്മാ പറിച്ച് പൊട്ടിച്ചു നോക്കിയപ്പോൾ കൈ റെഡ് കളറായി. ഇതിലെ നടന്നു പോയപ്പം കണ്ട മറ്റൊരു കാഴ്ചയാണ് ആഞ്ഞിലിയുടെ കുരു താഴെ വീണ് കിടക്കുന്നത്. നമ്മൾ കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയത്തിലെ ഒന്നും വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുമുള്ള തീർത്ഥാടന കേന്ദ്രമായ അരിയത്രപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ശേഷം ഞങ്ങൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം പള്ളിയിലേക്ക് പോയി. അവിടുത്തെ കബറിടത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മ്യൂസിയത്തിലേക്ക് പോയി. അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലും ട്രേയ്, ഗ്ലാസ്, പ്ലേറ്റ്, തിരുവസ്ത്രം, ചൂല്, പുസ്തകങ്ങൾ, കല്ലറയിൽ നിന്നെടുത്ത കല്ലുകൾ, മണൽ, ചിരട്ടക്കരി, തലമുടി, കൊന്തയുടെ ഭാഗങ്ങൾ, അടക്കിയ തടിപ്പെട്ടിയുടെ ഭാഗങ്ങൾ, വിശറി, കത്രിക, പേന മുതലായ എല്ലാ സാധനങ്ങളും ഭംഗിയായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
പറ്റുന്ന എല്ലാവരും ഈ കാഴ്ചകൾ വന്നു കാണുകയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.